കോട്ടയത്ത് ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലായിൽ നിർമ്മിച്ച ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള തൂക്കുപാലവും അമ്യൂണിറ്റി സെന്ററും കാടുകയറി നശിക്കുകയാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച പാലം ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും ഇതുവരെയും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടില്ല. ലണ്ടൻ മോഡൽ ബ്രിഡ്ജിന്റെ പേരിൽ പണം മുടക്കി ജനങ്ങളെ മണ്ടന്മാരാക്കിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ലണ്ടനിൽ പോകാതെ തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതടക്കമുള്ള ആശയത്തോടെയായിരുന്നു പാലായിൽ ഇങ്ങനെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയും, എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് പാലായിലെ ലണ്ടൻ ബ്രിഡ്ജ്. 2020 കാലത്ത് ഇത് പണി പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കുന്നത്. കെ എം മാണിയുടെ കാലത്താണ് ഈ പദ്ധതി, ടൂറിസം വകുപ്പിൻ്റെ ഈ പദ്ധതി നടപ്പാവുകയും ചെയ്യുന്നത്. പക്ഷേ ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ ലണ്ടൻ ബ്രിഡ്ജ്, ഒപ്പം തന്നെ ഈ അമ്യൂണിറ്റി സെൻറ്റർ, ഇതൊക്കെ തന്നെയും ഇപ്പോൾ കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. പാലത്തിൻ്റെയും ആ കെട്ടിടത്തിൻ്റെയും ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഏകദേശം 5 കോടി ചെലവഴിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് നാളിതുവരെ ആയിട്ട് പോലും ഈ പാലം തുറന്നു കൊടുത്തിട്ട് ില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പക്ഷേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ലണ്ടനിൽ പോകാതെ ഇവർ പറഞ്ഞതുപോലെ പാലായിൽ വരും ഒരു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ എന്നതൊക്കെയായിരുന്നു അന്നത്തെ വലിയ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നത്. നല്ല സൗന്ദര്യവും ഉണ്ട് കാണാൻ. പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ കാണാൻ കഴിയും പാലത്തിൻ്റെ അരികൊക്കെ തന്നെയും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, ഈ കാട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ആകെ ബുദ്ധിമുട്ടിലായ ഒരവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ പൗരാവകാശ സമിതിയുടെ പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ അന്ന് തുറന്നു കൊടുക്കാൻ പറ്റാത്തത് എന്തോന്നു? തുറന്നു കൊടുക്കാൻ പറ്റാത്തത് വേറൊന്നുമില്ല. ഇത് ടൂറിസം വകുപ്പ്, റവന്യൂ വകുപ്പിൻ്റെയോ ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികളുടെയോ അനുമതി പോലും വാങ്ങാതെയാണ് ഇത് പണിതിരിക്കുന്നത്. പക്ഷേ ലണ്ടൻ ബ്രിഡ്ജ് വെറും മണ്ടൻ ബ്രിഡ്ജായിട്ടാണ് പാലക്കാർക്ക് ഇന്നുമുള്ള അനുഭവം. 2023 ഡിസംബർ 12 പാലായിലെത്തിയ കേരള യാത്രയോടനുബന്ധിച്ച് എത്തിയ മുഖ്യമന്ത്രിക്ക് പാലാ പൗരാവകാശ സമിതിയുടെ ലെറ്റർ പാടി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ കൃത്യമായ കാര്യകാരണങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പരാതി നൽകി. എന്നാൽ ആ പരാതിക്ക് കേരള മുഖ്യമന്ത്രിയുടെ നിന്നും കിട്ടിയ മറുപടി, അത് കേരള ടൂറിസം വകുപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി തന്നു. ആ മറുപടി പറയുന്നത് ഇത് ടൂറിസം വകുപ്പ് റവന്യൂ വകുപ്പിൻ്റെ അംഗീകാരമില്ല, മുനിസിപ്പാലിറ്റി ഈ കെട്ടിടം പണിതിൻ്റെ വാല്യൂഷന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതാ പണിത് ഉദ്ഘാടനം കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞിട്ട് വരെ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണോ നാട്ടിൽ നടപടി നടക്കുന്നത്? ഏതെങ്കിലും ഒരു കെട്ടിടം അങ്ങനെ മുൻകൂർ അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ അംഗീകാരം മേടിച്ചുകൊണ്ടാണ് പണിയാൻ തുടങ്ങുന്നതിന്. ഇത് അവർ പണി കഴിഞ്ഞ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു സൗകര്യത്തിന് ഈ ഗതികേടാണെങ്കിൽ അല്ലാത്ത മന്ത്രിമാർ ചെയ്യുന്ന സൗകര്യം എന്തായിരിക്കും? ഈ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തുന്നു, പക്ഷേ പദ്ധതി ഒന്നുമാവാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറഞ്ഞതുപോലെ 5 കോടി മുടക്കിയിട്ടാണ് ഇങ്ങനെയൊരു ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങുന്നത്. ഇവർ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് വലിയ ഈ പറഞ്ഞ പോലെ കൗതുകമാകുമോ എന്നൊക്കെ പറഞ്ഞാണ് ഈ പാലം തുറന്നതെങ്കിൽ പോലും ഒരു പക്ഷേ കാണാൻ കഴിയും ഈ പാലം ഇതുപോലെ ലോക്കിട്ട് വെച്ചിട്ട് വർഷങ്ങളേറെയായി എന്നതാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല. ഈ ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പോൾ നാട്ടുകാരിപ്പോൾ മണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. വകുപ്പുകൾ മാറി അവരുടെ തർക്കങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പഴിചാരിക്കൊണ്ടിരിക്കുന്നു, കുറ്റങ്ങൾ ഓരോ ഭാഗത്തേക്ക്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് ഇത് തന്നെയാണ്. ടൂറിസം വകുപ്പ് വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, കോടികൾ മുടക്കുന്നു, ഉദ്ഘാടനം നടത്തുന്നു, കൊട്ടിഘോഷിച്ച് തന്നെ ഉദ്ഘാടനം നടക്കുന്നു. ഒപ്പം തന്നെ ഉദ്ഘാടനം നടന്നതിന് ശേഷം പിന്നീട് ഒന്നുമല്ലാതെ ഇതുപോലെ പാഴായി പോകുന്നു എന്നതാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച.